ഹായ് കൂട്ടുകാരെ, ഇനി ഒരു പുതിയൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നലെ യാദൃച്ഛികമായിട്ട് രാത്രി ഒരു 9:30 ഒരു കോൾ വന്നു. നമ്മളെ ചേട്ടൻ തന്നെ സുരേന്ദ്രൻ ഒരു കോൾ വിളിച്ച് പെട്ടെന്ന് റോഡിലോട്ട് വാ, അവിടെ ഒരു മുള്ളംപന്നി അവിടെ ഒന്ന് കുടുങ്ങി കിടക്കുകയാണ്, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പം എന്താണെന്ന് ഒന്ന് നോക്കണമല്ലോ. അപ്പം അങ്ങനെ ഇന്നലെ രാത്രി മുഴുവൻ മുള്ളംപന്നിയെ പിടിക്കുന്നതും ഫോറസ്റ്റിൽ നിന്ന് ആൾ വന്നതും ബാബ സുരേഷ് വന്നതും എല്ലാം ഇന്നലെ രാത്രി ഒന്ന് അവർ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. യാദൃശ്ചികമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മുള്ളംപന്നി നമ്മുടെ നാട്ടിൽ വന്നത്. പക്ഷേ കാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമല്ല, പക്ഷെ എങ്ങനെ വന്നെന്നൊന്നും ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. ഇപ്പോൾ റോഡ് സൈഡിൽ തന്നെ ഒരു വീട് പുതിയ വീട് പണി നടക്കുന്ന എൻ്റെ സെല്ലാറിലായിട്ടാണ് ഈ പന്നിയെ കണ്ടവർ ഓടിച്ച് കയറ്റിയത്. അങ്ങനെ ഗേറ്റൊക്കെ അടച്ച് അതിനകത്ത് കുടുങ്ങിപ്പോയി. പക്ഷേ ഈ വീടിൻ്റെ ഗേറ്റ് വരുന്ന രണ്ട് സൈഡ് മതിലാണ്. അപ്പോൾ താമസമുള്ള വീട്ടുകാർ ഇതിനെ കണ്ട ഉടനെ ഗേറ്റുകൾ അടച്ചുകൊണ്ട് വേറെ വീടുകളിൽ പോകാൻ പറ്റില്ല. അങ്ങനെയാണ് ഇത് ഗേറ്റില്ലാത്ത വീട്ടിൽ ഇവ അകപ്പെട്ടു പോയത്. ഓടി അതിൻ്റെ അകത്ത് കയറുകയായിരുന്നു. അങ്ങനെ പണിത് വെച്ചിരുന്ന ഗേറ്റെടുത്ത് ചാരി വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. അങ്ങനെ അതിൻ്റെ അകത്ത് കുടുങ്ങുകയായിരുന്നു. എൻ്റെ മുള്ളൊക്കെ കണ്ടില്ലേ, നല്ല മുള്ള്, നല്ല ആരോഗ്യമുണ്ട്, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആൾക്കാരെ കണ്ട് അത് വരണ്ട് പേടിച്ചൊക്കെ നിൽക്കുകയാണ്. എന്നാലും കുഴപ്പമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, ഒളിച്ചിരിക്കുന്നൊന്നുമില്ല. ഇതിനെ പിടിക്കാൻ വേണ്ടി വാവാ സുരേഷിനെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം ഉടനെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം എത്തി. അദ്ദേഹം ഒരു കൂടും കൊണ്ടാണ് വന്നത്. അപ്പം അതിൻ്റെ അടപ്പാണ് അതിൻ്റെ അകത്ത് നിന്ന് എടുത്തത്. അങ്ങനെ അദ്ദേഹം വിളിച്ച് ഒരു 15-20 മിനിറ്റിനകത്ത് അദ്ദേഹം എത്തുകയുണ്ടായി. അങ്ങനെ കൂടൊക്കെ പുള്ളി ഒരു ഓട്ടോറിക്ഷയിലാണ് വന്നത്, രാത്രി ആയതുകൊണ്ട്. പിന്നെ നേരെ അതിൻ്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. അപ്പം ആൾക്കാരോടൊക്കെ അങ്ങ് മാറി നിൽക്കാൻ പറയായിരുന്നു. അദ്ദേഹം ഒരു നിസ്സാരം പോലെ ചീള് പോലെ, അദ്ദേഹം ഡേഞ്ചറസ് ആണെങ്കിലും അദ്ദേഹം അതൊരു നിഷ്പ്രയാസം പോലെ തന്നെ കൂട്ടിലാക്കുകയായിരുന്നു. ആ കൂട്ടിനകത്ത് കിടന്ന് ഭയങ്കര ബഹളവും ഒക്കെ ആയിരുന്നു. അത് അങ്ങനെ അതിൻ്റെ അടപ്പെടുത്ത് ആദ്യം താഴത്തെ അതിലോട്ട് കയറ്റുകയും അടുത്തേക്കുന്ന ഷട്ടിലിരിക്കുന്ന അദ്ദേഹത്തിന് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് പയ്യന്മാരൊക്കെ ഇറങ്ങി അദ്ദേഹത്തെ സഹായിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആ താഴത്തെ ഗില്ല് അതിൻ്റെ അടപ്പ് അതിൽ കയറ്റുകയും പിന്നെ എൻ്റെ രക്ഷപ്പെടാനുള്ള മാർഗമൊക്കെ നോക്കുകയാണ്. പിന്നെ അടപ്പെടുത്ത് സെറ്റാക്കുകയും പിന്നെ കെട്ടുകമ്പിയിട്ട് മൊത്തം കെട്ടി വെക്കുകയായിരുന്നു. നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് അദ്ദേഹമാണ് വാവ സുരേഷിൻ്റെ വിളിക്കുകയും ഉടനെ അദ്ദേഹം എത്താമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഒരു 2 വാക്ക് നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് പറയുന്നത് കേൾക്കാം. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു. അപ്പോൾ യഥാസമയം അവരെത്തിയില്ല. കാരണം അവർക്ക് വേറെ 2 പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അവർ അവിടെ നിൽക്കുകയാണ്. പക്ഷെ അവിടെ ആന ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ആനയെ റോഡിൽ നിന്ന് മാറ്റി വനത്തിലേക്ക് വിട്ട ശേഷം അവർ വരത്തുള്ളൂ. അത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഫയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ഫയർഫോഴ്സിനെ വിളിച്ചില്ല. അത് ഇവിടെ നമ്മുടെ മലയങ്കീട് പോലീസ് സ്റ്റേഷനെ വിളിച്ചു. അവരാണ് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. അപ്പോൾ ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസറെ നമുക്ക് കിട്ടി. അവർ തന്ന മെസ്സേജ് അനുസരിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിവിടെ കാത്തിരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് നമ്മൾ വാവാ സുരേഷിനെ വിളിച്ചു. അപ്പോൾ വാവാ സുരേഷ് അതിനെ പിടിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ഭീതി അങ്ങ് മാറ്റി. അങ്ങനെ മുള്ളംപന്നിയെ പിടിക്കാനുള്ള കാഴ്ചയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ആൾക്കൂട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു.
ഏതാണ്ട് 11 കാലൊക്കെ ആയപ്പോഴാണ് ബാബ സുരേഷ് എത്തിയത്. ഏതാണ്ട് 11:30 സമയമായി എന്നെ കൂട്ടിൽ കയറ്റിയപ്പോൾ. ഇപ്പോൾ കൂട്ടിൽ ആക്കിയ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വലിയ അഗ്രസീവോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്നാലും എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു. എൻ്റെ മുള്ളു അത് തെറിച്ച് ദേഹത്തൊക്കെ വല്ല കുടുങ്ങുമെന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അദ്ദേഹം വന്നപ്പോൾ ജനങ്ങൾക്കൊരു ധൈര്യമായി. അപ്പം അത് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാനുള്ള വഴികളാണ് അത് കണ്ട് നോക്കുന്നത്. ഫോറസ്റ്റ് റെസ്ക്യൂ ടീം അങ്ങനെ അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയാണ്. കൊണ്ടുപോകണോ അതോ ഇവിടെ വെച്ചേക്കിട്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ അതിനുശേഷം അതിനെ പിടിച്ചതായിട്ട് ബുക്കിലെന്തോ നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ എവിടെ നിന്നാണ് പിടിച്ച സ്ഥലവും ആരാണ് വിളിച്ചതെന്നൊക്കെ കോൺടാക്ട് നമ്പർ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹം എഴുതി വാങ്ങിക്കുകയായിരുന്നു. നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് നേതൃത്വത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അദ്ദേഹത്തെ വിളിക്കുകയും പിന്നെ പിടിച്ച കാര്യങ്ങളൊക്കെ ബുക്കിൽ എഴുതുകയും ഫോൺ നമ്പറും എൻ്റെ സ്ഥലവും അഡ്രസ്സും അതെല്ലാം ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തത് അദ്ദേഹമാണ്. അങ്ങനെ അതിനെ കൂട്ടിലാക്കുകയും പിന്നെ ഫോറസ്റ്റുകാർ വന്ന് അതിനെ കളക്ട് ചെയ്തുകൊള്ളുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അതിനെക്കുറിച്ച് ഫുൾ വേറെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അദ്ദേഹം സംസാരിക്കാൻ നിന്നില്ല. പിന്നെ അതിൻ്റെ അടുത്ത് പോകരുത്, അത് കുറച്ച് അഗ്രസീവ് ആകും, അതുകൊണ്ട് ആൾക്കൂട്ടമൊന്നും അതിന് പാടില്ല എന്നൊക്കെ അദ്ദേഹം ചെറിയ രീതിയിലൊക്കെ പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം പോവുകയായിരുന്നു. ഏതാണ്ട് ഒരു 11:45 12 മണിയോടെ അടുപ്പിച്ച് അദ്ദേഹം പോയി. അങ്ങനെ ഒരു 12:45 ആയപ്പോൾ ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ വരികയുണ്ടായി. നമ്മളങ്ങനെ കുറച്ച് പേര് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ വന്ന് സ്ഥലം കാണുകയും ആ കൂട്ടിലാക്കിയ മുള്ളൻപന്നിയെ വെളിയിലെടുക്കുകയും അങ്ങനെ ഇതിനെ ഒരു വലിയ കൂട്ടിലാക്കണമെന്ന് പറഞ്ഞ് അവരങ്ങനെ ഒരു വലിയ കൂട് കൊണ്ടുവന്നു. ആ കൂട്ടിനകത്ത് ആക്കിയിട്ട് അവരത് കൊണ്ടുപോകുമെന്ന് പറയുമായിരുന്നു. അപ്പം നമ്മൾ ചോദിച്ചു ഇതിനെ പിടിച്ചിട്ട് എന്താ ചെയ്യുന്നത്, മ്യൂസിയത്തിൽ കൊണ്ടുപോകുമോ? അപ്പോൾ അവർ പറയുമായിരുന്നു അവർ കാട്ടിൽ വിടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ കൂട്ടിലോട്ട് ആക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. പെട്ടെന്നുള്ള ആൾക്കൂട്ടം ഇതൊക്കെ കണ്ടപ്പോൾ ഇത് വലിയ കുട്ടിലൊക്കെ ആയപ്പോൾ അത് ചെറിയൊരു അഗ്രസീവായി കമ്പിയൊക്കെ കടിച്ച് മുറിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അതിനെ വലിയ കൂട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ലോക്ക് ചെയ്യുകയും പിന്നെ കൂടോടുകൂടി അവിടെ നിന്ന് അതിനെ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അവർ വന്ന വണ്ടിയിലോട്ട് നമ്മുടെ ആൾക്കാർ തന്നെ എടുത്തുകൊണ്ട് വന്ന് വണ്ടിയിൽ വെച്ച് കൊടുക്കുകയായിരുന്നു. പിന്നെ അവരും വന്ന് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു തന്നൊന്നുമില്ല. എങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ അങ്ങനെയൊന്നും ഒരു ചാൻസ് ഒന്നും പറഞ്ഞില്ല. അവർ ഷിഫ്റ്റ് ചെയ്ത് വണ്ടിക്കകത്താക്കി അവർ പോവുകയായിരുന്നു.
ഈ ഉറങ്ങൊന്നുമില്ല